ഉണ്ടാക്കുന്നത് കൂട്ടുകറി. കുതിർത്ത് വെച്ച കടല, നേന്ത്രക്കായ, ചേന, ചെറിയൊരു ചേമ്പ്. ആദ്യം തന്നെ കടല കുക്കറിൽ 2 വിസിലടുപ്പിച്ച് വേവിച്ചെടുക്കും. അതിനുശേഷം അതേ കുക്കറിൽ തന്നെ കായും ചേനയും ചേമ്പും ഒന്നിച്ചിട്ട് കൊടുക്കും. കടല 2 വിസിലടുപ്പിച്ചു. ഏകദേശം വേവായിട്ടുണ്ടാകും. ഇനി ഇതെല്ലാം ചേന, കായ, ചേമ്പ്, 2 തണ്ട് കറിവേപ്പില, 1 പച്ചമുളക് ഇവ കുക്കറിലിട്ട് വേവിച്ചെടുക്കുക. ഒറ്റ വിസിലടുപ്പിച്ചാൽ മതി. കടല 2 വിസിലടിച്ച് പ്രഷർ പോയി നോക്കുമ്പോൾ നന്നായി വെന്തിട്ടുണ്ടായിരുന്നു. ഇനി അതിൽ മഞ്ഞൾപ്പൊടി, ഉപ്പ്. അന്നേരം ഞാൻ 1 ഗ്ലാസ് വെള്ളമാണ് കടല വേവിക്കാൻ ഉപയോഗിച്ചത്. അതിൻ്റെ കുറച്ച് വെള്ളം അതിലുണ്ട്. 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അടച്ചു കൊടുക്കുക. ഒറ്റ വിസിലടിച്ച് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി കൂട്ടുകാർക്ക് പൊടിക്കേണ്ട സാധനം വറുത്തെടുക്കുക. കുരുമുളക് 3/4 ടേബിൾ സ്പൂണ്, ജീരകവും അത്ര തന്നെ, 2 ഉണക്കമുളകും ചേർത്ത് കൊടുക്കുക. കുറച്ച് മല്ലിയും ചേർത്ത് കൊടുക്കുക. മല്ലി ഇപ്പോൾ ചിലവർ ചേർക്കാറില്ല. കുറച്ചുണ്ടെങ്കിൽ മിക്സിൻ്റെ ജാറിൽ പൊടിക്കാൻ പറ്റും. ഒരു പച്ചമുളക് ഇടണം നേരിച്ച് മറന്നു വരും. പൊടിക്കേണ്ടത് തണുക്കുമ്പോഴേക്കും കൂട്ടുകറിയുടെ വറവ് റെഡിയാക്കാം. ഇവിടെ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഉഴുന്ന് വെച്ച് കുറച്ച് ചെറിയ ഉള്ളി, കറിവേപ്പില, ഒരു ചെറിയ തേങ്ങ ഫുള്ളായിട്ട് കുറച്ച് നെയ്യ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി വറുത്തെടുക്കാം. ഈ തേങ്ങ കുറച്ച് സമയം എടുത്തിട്ട് വറുത്തെടുക്കണം. കുറച്ച് സമയം വേണം. നമ്മുടെ കൂട്ടുകറിയുടെ തേങ്ങ വറുത്ത് ഏകദേശം ആയിട്ടുണ്ട്. പൊടിച്ച പൊടിയും ഇതെല്ലാം നമ്മുടെ കൂട്ടുകറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കുക്കർ തുറന്ന് കഷ്ണമൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ചേന ഉണങ്ങിയ ചേനയാണെങ്കിൽ 1 വിസിലടിച്ചാൽ നല്ലോണം വേവില്ല. ഇത് പുതിയ ചേനയായതുകൊണ്ട് പെട്ടെന്ന് വെന്തടിഞ്ഞില്ല ഒറ്റ വിസിലുകൊണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കുരുമുളക്, തേങ്ങ ചേർത്ത് കൊടുത്തു. ഇനി ഇളക്കി ഉപ്പെല്ലാം ഒന്ന് പാകത്തിനുണ്ടോ എന്ന് നോക്കി ഉറപ്പ് വരുത്താം. നമ്മുടെ കൂട്ടുകറി റെഡിയായി. 4 മിനിറ്റ് മതി. തേങ്ങ വറുത്തെടുക്കേണ്ട സമയം മാത്രം മതി കൂട്ടുകറി ഉണ്ടാക്കാൻ.